ഞാൻ കരുമനെ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് നിഷ്കളങ്കമായ നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാ. വില കൂടിയ കോട്ടും ഷർട്ടും ഇട്ട് നടക്കുന്ന ഇവിടുത്തെ മാന്യന്മാരെക്കാൾ അന്തസ്സുള്ള സംസാരവും പെരുമാറ്റവുമാ ആ കാട്ടുമനുഷ്യന്. അത് നല്ല വ്യക്തിയോടുള്ള ആദരവാ. അതിന് നിതിനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? കരുമനോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡിന് ഞാൻ കൽപ്പിക്കാത്ത നിറം പൂശാൻ എല്ലാവരും കൂടി ഇങ്ങനെ മത്സരിക്കണ്ട. മത്സരിക്കുന്നവരൊക്കെ തോക്കും. മത്സരിക്കാതെ മാറി നിൽക്കുന്ന എനിക്ക് തോൽവി ഉണ്ടാവില്ല, ജയവും ഉണ്ടാവില്ല. നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഈയിടെയായി പുസ്തക വായന കൂടുതലാ, അതാ ഇങ്ങനെ. സാരമില്ല, എനിക്കിഷ്ടം നിന്റെ ഈ സംസാരം. നിന്റേതായിട്ടുള്ള എല്ലാം എനിക്കിഷ്ടം. നിന്റെ ഈ മുഖം, നിന്റെ ഡ്രസ്സുകൾ, നിന്റെ വീട്, നിന്റെ എസ്റ്റേറ്റ്, എല്ലാം ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കുന്ന പ്രകൃതം എന്റേത്. സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണല്ലോ അവസാനം പറഞ്ഞത്. എസ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിനോടല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിന്റേതായിട്ടുള്ള എല്ലാറ്റിനോടും എനിക്ക് തുല്യ സ്നേഹം. നിതിന്റെ ലിസ്റ്റിൽ പെടാത്ത വേറൊന്നു കൂടി ഉണ്ട് എന്റേതായിട്ട്, മനസ്സ്. അത് പക്ഷേ വിറ്റാലും പണയം വെച്ചാലും ഒന്നും കാശ് കിട്ടില്ല. പിശാചുക്കൾ ഇറങ്ങി നടന്ന രാത്രിയായിരിക്കണം അത്. അമ്മയുടെ മാറിലെ ചൂടിന് കൊതിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെയും എടുത്ത് ഭീകരമായി മുരണ്ടുകൊണ്ടിരുന്ന രാവിന്റെ മാറിലേക്ക് ചേമ്പുള്ളി ഔസേപ്പ് കാലെടുത്തു വെച്ചു. തന്റെ ഓമനക്കുഞ്ഞ് സെലീനയെ മാറിൽ നിന്ന് അടർത്തിക്കൊണ്ടു പോയതറിയാതെ ഭ്രാന്തിന്റെ കരലാളനത്തിൽ സോഫി മയങ്ങി. നീരേറ്റ് തറവാട്ടിൽ നന്ദിനിയെ കെട്ടിപ്പിടിച്ചുറങ്ങിയ അനന്തനും അറിഞ്ഞില്ല തന്റെ ചോരയായ സെലീനയെ ഏതോ അനാഥാലയത്തിന്റെ ഇരുളിലേക്ക് ഔസേപ്പച്ചൻ വലിച്ചെറിഞ്ഞ കാര്യം. ആഹാരത്തിനു മുമ്പ് രാവിലെ, ആഹാരത്തിന് ശേഷം രാത്രി ഓരോ ഔൺസ് തേനിൽ ചാലിച്ച് 3 നേരം ആഹാരത്തിന് ശേഷം. ദേ ഗുളികയാ, പൊട്ടിച്ചു വേണം തേനിൽ ചാലിക്കാൻ. ചെയ്യാം വൈദ്യരെ. 1 മാസം ഈ പ്രയോഗം. അത് കഴിഞ്ഞ് തളം, നെല്ലിക്കാത്തളം. വൈദ്യരെ, ഇപ്പോഴേ തളം വച്ചാ വേഗം കുറയും. കാശിന്റെ എണ്ണം. ഗുണം കിട്ടണോ ആദ്യം കഷായം, പിന്നെ തളം. ചില നേരത്ത് എനിക്ക് വട്ടളവും ഇല്ലയോ വൈദ്യരെ? വട്ടല്ല, മനോരോഗം. വേലിയിറക്കത്തിൽ കൂടും, വേലിയിറക്കത്തിൽ കുറയും. ഓ, അതാണോ വൈദ്യരെ ചില നേരത്ത് ഇച്ചായനെ കൂടുകയും കുറയൊക്കെ ചെയ്യുന്നേ? അത് തന്നെ സഹോദരി. ഇവള് ഭാര്യയാ, സഹോദരിയല്ല. കിട്ടുണ്ണി വൈദ്യര് ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞേക്ക്. ഈ കഷായവും കുടിച്ച് നെല്ലിക്കാത്തളവും വെച്ച് കഴിയുമ്പോ അച്ചായന് ഭേദമാവോ? ഞാൻ ഭിഷഗ്വര ശിരോമണി കിട്ടുണ്ണി വൈദ്യർ. ഓ, എന്റെ മുന്നിൽ മനോരോഗം വെറും ശിശു. ശ്രീകണ്ഠം ശീതളം തിക്തം രക്തപിത്ത പ്രസാദനം എന്നാ പ്രമാണം. എന്ന് വെച്ചാ എന്താ വൈദ്യരെ? അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. സംസ്കൃതം എന്ന് വെച്ചാ വെള്ളം പോലെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമല്ലയോ വൈദ്യർക്ക്? ഇപ്പോൾ ഗമനം, അടുത്തയാഴ്ച ആഗമനം. കഷായം, ഗുളിക, വരവ് പോക്ക്, പരിശോധന 1200. ഇതൊത്തിരി കൂടുതലാ വൈദ്യരെ. പിശുക്കു കൂടിയാലും മനോരോഗം ആഗമനമന്തി. ഈ അച്ചായന് തന്നെ വർത്തമാനാ പറയുന്നേ. ഒരു തിരക്കുള്ള വൈദ്യരാ. ഞാൻ ചെന്ന് കാല് പിടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇപ്പൊ തന്നെ ഗുളിക ചാലിച്ചോണ്ട് വരാം. ആ, ചേട്ടത്തി ഒന്ന് നിന്നേ. പുറത്തുനിന്ന് ഞാനൊരു കാര്യം കേട്ടായിരുന്നു. ഇവിടെ വല്ലതും അറിഞ്ഞായിരുന്നോ? എന്നതാ മാത്യൂസേ? കൊച്ചിന്റെ കാര്യം.
കൊച്ചിന്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. ഹാ, മിണ്ടാതിരുന്നാൽ എങ്ങനാ ചായ? സംഗതി ഇത്തിരി സീരിയസാ. എന്നതാണെന്ന് പറ. കൊച്ചിന് ബോബൻ കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ ടീനയും റിച്ചയും കൂടി ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇതെന്നെ കല്ലുവെച്ച നുണയാ. ഇവിടെ നല്ലയോ കൊച്ചിനെ കാണാണ്ടായേ? അപ്പൊ നാട്ടുകാരും പോലീസുകാരും ഒക്കെ അത് വിശ്വസിക്കും. വേഗം മറുമരുന്ന് ചെയ്യാൻ ബോബനോട് പറഞ്ഞേര്. ഇല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും. താനൊന്ന് പോടൂ മാത്യൂസേ. ചത്ത കൊച്ചിന്റെ ശവം ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്ക്, എന്നാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ വിശ്വസിക്കാണ്ട് എങ്ങനെ ആടോ പോലീസ് വിശ്വസിക്കുന്നേ? ചെല്ല് ചെല്ല്. ഇനി നിന്നാ ശരിയാവത്തില്ല. ബോബനോടൊന്ന് പറഞ്ഞേര്. റിച്ചി സെലീനയ്ക്ക് പരാതി കൊടുത്ത വൈരാഗ്യം വെച്ച് സെലീന ബോബനെ അകത്താക്കുമെന്ന് മാത്രമല്ല, കള്ള തെളിവും ഉണ്ടാക്കും. സൂക്ഷിച്ചോ. ഇവന് വട്ട. കൊച്ചു ചത്തിട്ടൊന്നുമില്ലടി. കരിമ, ഞാനൊന്ന് മേലെ എഴുതിയിട്ട് വരാം. കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ചിന്നു സമ്മതിക്കൂല നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോണത് അവള് കാണണ്ട. കാട് പോലും അറിയാണ്ട് കാര്യം നടത്തണ കരിമാ. എന്തിനാ ആൻറ്റി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത്യാവശ്യം എന്നുള്ള വാക്ക് ചുമ്മാ ഒരു ബലത്തിന് ഉപയോഗിച്ചതാ. അല്ല, ബോബനുമായിട്ട് പിന്നെയും പ്രശ്നമായോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൻറ്റി. പ്രധാന പ്രശ്നം ബോബൻ്റെ അമ്മച്ചിയാ. ഞാനിനി പ്രസവിക്കില്ലെന്നറിഞ്ഞതോടെ പുള്ളിക്കാരി എൻ്റെ ശത്രുവായി മാറി. ആദ്യം അമ്മച്ചിയും പിന്നെ ബോബന് സ്ഥലം വിട്ടു. അങ്ങനെയാണെങ്കിൽ നീ ഇനി ആ വാടക വീട്ടിൽ തനിച്ച് താമസിക്കണ്ട, ഇങ്ങോട്ട് പോര്. ഏയ് വേണ്ട ആൻറ്റി. ഒരല്പം അകന്നു നിന്നാ ബോബൻ അത് സഹിക്കില്ല. തീർച്ചയായും എന്നെ തേടി തിരികെ വരും. ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊട്ടിച്ചെറിയാൻ പറ്റില്ല. എന്നേക്കാൾ കെട്ടുറപ്പുള്ളൊരു ബന്ധം ഇപ്പൊ നിനക്ക് ഈ വീട്ടിലുണ്ട്. പെറ്റമ്മ. അതിലും വലിയ കെട്ടുറപ്പ് ഈ ലോകത്തില് വേറൊരു ബന്ധത്തിനും ഇല്ലല്ലോ. മമ്മി ഇവിടെ ഉണ്ടോ? ആരും അറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടന്നു. ജോയ്ക്കുട്ടി ഉപേക്ഷിച്ചു എന്നൊരു തോന്നലുണ്ടായപ്പോ ഒരു ആത്മഹത്യാ ശ്രമം. നീ ഇതൊന്നും സോഫിയോട് ചോദിക്കാൻ നിൽക്കണ്ട, അതൊക്കെ കഴിഞ്ഞു. ഈ വീട്ടിലിപ്പോ അവക്ക് സന്തോഷമാ. നീയും കൂടി ഉണ്ടെങ്കിൽ സോഫിക്ക് മാത്രല്ല എല്ലാവർക്കും സന്തോഷമാവും. ആൻറ്റി അത് എന്താ, ഞാനും നിന്റെ മമ്മിയൊക്കെ നിനക്ക് അന്യരായോ? ഈ വീട്ടിലുള്ള നിന്റെ അവകാശം ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ മടി പറയുന്നതിന് ആൻറ്റി ഇല്ലാത്ത കളറൊന്നും കൊടുക്കണ്ട. നീരേറ്റ് വക സകലതും ഞാൻ തന്നെയല്ലേ നോക്കി നടത്തുന്നേ. ഈ വീട് എന്റെയും കൂടിയാണെന്നുള്ള ബോധം എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല, പോവുകയില്ല. പക്ഷേ താമസം ഇങ്ങോട്ട് മാറുന്ന കാര്യമൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നതല്ലേ നല്ലത്. എന്റെ വക ആലോചനയ്ക്ക് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ടാ നിർബന്ധിക്കുന്നേ. പണ്ടത്തെ പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയുന്നതിന്റെ സുഖം അനുഭവിക്കാൻ ഒരാശ. ആന്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ സോഫിയുടെ കാര്യത്തിലാണോ പിന്നെ സംശയം? മമ്മിയുടെ ഒരു ക്യാരക്ടർ ആന്റിക്ക് അറിയില്ലേ? ഷീസ് ടു മച്ച് പൊസസീവ്. എന്നെ അടുത്ത് കിട്ടിയ പിന്നെ LKG കുട്ടിയാക്കും. ആക്കിക്കോട്ടെ, നിന്റെ മമ്മിയല്ലേ. മക്കൾ എത്ര വലുതായാലും അമ്മമാർക്ക് അവർ കുട്ടികൾ തന്നെയായിരിക്കും. അമ്മയുടെ മടിയിലേക്ക് നിന്റെ മനസ്സാ വെച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ നിന്റെ IPS പദവിയല്ല. ശരി, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആലോചന ബാക്കിയാണെങ്കിൽ തീരുമാനം പിന്നെ പറഞ്ഞാൽ മതി. ഏതായാലും ഇതുവരെ വന്നതല്ലേ, അകത്ത് ചെന്ന് പെറ്റമ്മയൊന്ന് കണ്ടിട്ട് പോ. അതോ അതിന് 2 ദിവസം ആലോചിക്കേണ്ടി വരുമോ? കാണാ ആന്റി. പക്ഷേ മമ്മി എന്നെ ആട്ടി പുറത്താക്കുമെന്ന എന്റെ പേടി. ഒരിക്കലുമില്ല.
നിനക്കിനിയും നിന്റെ മമ്മിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ സലീന? നിന്റെ മനസ്സിൽ ഒരു IPS കാരുടെ ഈഗോ ഇപ്പോഴുണ്ട്. അത് മാറ്റിവെച്ച് പഴയ സെലീനയായി മമ്മിയുടെ മുമ്പിലേക്ക് ചെല്ല്. എന്താ സംഭവിക്കാന്ന് നോക്കാലോ. തന്റെ കുഞ്ഞ് കൈവിട്ടു പോയെന്ന അറിവ് പതിയെ പതിയെ സൂഫിയുടെ ബുദ്ധിയിലെത്തി. ഭ്രാന്തിന്റെ വേലിയിറക്കങ്ങൾ അവളെ വാത്സല്യനിധിയായ ഒരു അമ്മയാക്കും. അവൾ വീട്ടിലാകെ ഉഴറി നടന്നു. എന്റെ മോളെവിടെ? സെലീന മോളെവിടെ? വേഗം തന്നു എന്റെ കുഞ്ഞിനെ, ഇല്ലെങ്കിൽ... ഭ്രാന്തിന്റെ വേലിയേറ്റത്തിൽ സ്വന്തം അപ്പനായ ഔസേപ്പിന്റെ കഴുത്തിൽ സോഫി പിടിമുറുക്കി. അവളുടെ അലർച്ച മലകളിൽ തട്ടി തിരിച്ചു വന്നു. എന്റെ സെലീന മോൾ എവിടെ? മമ്മി, സെലീന, മോളെന്താ അകത്തേക്ക് വരാത്തെ? ഞാൻ കരുതി മമ്മി ബിസിയാണെന്ന്. ഏയ്, ചുമ്മാ ഓരോന്ന് കുത്തിക്കുറിച്ചതാ. നിനക്ക് സുഖാണോ കുഞ്ഞെ? അതെ മമ്മി, മമ്മിക്ക് സുഖല്ലേ? സുഖം എന്താണെന്ന് എനിക്കറിയില്ല സെലീന. വെയിലത്ത് നടക്കുന്നവന് തണലത്ത് നിന്നാ സുഖം, ദാഹിച്ചവന് വെള്ളം കിട്ടിയാ സുഖം, വിയർത്തവന് കാറ്റ് കിട്ടിയാ സുഖം, അമ്മയ്ക്ക് മക്കളുടെ സാമീപ്യം സുഖം. ഇങ്ങനെയൊക്കെയല്ലേ സുഖത്തിന്റെ ഡെഫിനിഷൻ? ബട്ട് നത്തിങ് ഈസ് പെർമനന്റ്. ഇപ്പൊ എനിക്ക് സുഖ. നീ എന്റെ അടുത്ത് വന്നില്ലേ? മമ്മിക്ക് ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്തൂടെ? എന്റെ മമ്മി അത്ര കിഴവിയൊന്നും ആയിട്ടില്ല. പാർവതി ആന്റി നോക്കി, മമ്മിയേക്കാൾ പ്രായ കൂടുതലല്ലേ, ബട്ട് ഷീ കീപ്സ് ഹെയർസെൽഫ് യങ്. മമ്മിയുടെ കാലം കഴിഞ്ഞു. ഈ എഴുത്ത് തീരുന്നതോടെ മമ്മിയുടെ ആയുസിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാവും. പിന്നെ അവസാനത്തെ വിശ്രമം. മമ്മി എന്തൊക്കെയാ പറയുന്നേ? മമ്മിക്കൊരാശയുണ്ട്. അനന്തേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് തൊട്ടടുത്ത് എനിക്കും ഇത്തിരി മണ്ണ് മതി. എനിക്കത് മതി. മമ്മി സ്റ്റോപ്പ് ഇറ്റ്. ഇത്രയും ദിവസം കൂടി കണ്ടിട്ട് എന്നെ കരയിക്കാനാണോ പുറപ്പാട്? ഒരിക്കലും ഞാൻ ഇനി എന്റെ മമ്മിയെ വേദനിപ്പിക്കില്ല. മമ്മി എന്നെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. പാർവതി ആന്റി എന്നോടൊരു കാര്യം പറഞ്ഞു, ഇങ്ങോട്ട് താമസം മാറ്റാൻ. മമ്മി എന്തു പറയുന്നു? മമ്മിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരാം. അതെന്താ മോളെ എനിക്ക് ഇഷ്ടമല്ലാത്തെ? നീ ഇങ്ങോട്ട് പോര്. നീയും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷാവും. മമ്മി, എനിക്ക് പഴയതുപോലെ എന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് ചോറുള്ള വാങ്ങി ഉണ്ണണം. എന്റെ മമ്മിയുടെ മടിയിൽ തല ചായച്ചുറങ്ങണം. എനിക്ക് എന്റെ മമ്മിയെ ഒരിക്കലും പിരിയാൻ പറ്റില്ല മമ്മി. മോളെ. കരിമ, കരിമ, കരിമ. അയ്യോ കുഞ്ഞ്. കരിമ, 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 കരിമ.
ചതിയൻ, അതിനെ കൊല്ലൂ നീ, കൊല്ല്. എന്നിട്ട് എന്നെ കഴുത്തി താലി കെട്ടാൻ നീ ഇനി വാ. മോനെ.